ഒരു മാതാവിനെ തന്നെ കുഞ്ഞിനോട് ഏറ്റവും കൂടുതൽ വാത്സല്യമുള്ള സമയമാണ്. കുഞ്ഞ് കരയുന്ന സമയത്ത് അവളെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുലപ്പാല് കൊടുക്കുന്ന വേള. ആ സമയത്ത് ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ പ്രഥമൂത്ത് കടന്നു വരുമ്പോ കുഞ്ഞിനെ ദൂരേക്ക് വലിച്ചെറിയുമെന്ന് വിശുദ്ധമായ ഖുർആൻ. സ്വന്തം കാര്യമാണ് പിന്നീട് നോക്കുക. എനിക്ക് കുഞ്ഞിനെ നോക്കാൻ പറ്റൂല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വസാഹിബതിഹി വബനീഹി. ഒന്ന് ചിന്തിക്കണേ സഹോദരാ, നമ്മൾ മുസ്ലിമീങ്ങളല്ലേ? ഈ ലോകത്ത് അടുത്ത ഘട്ടം ഖബറിലേക്ക് പോകുമെന്ന ചിന്തയുള്ളവരല്ലേ? മരണമെന്ന കവാടത്തിലൂടെ ഖബറിലേക്ക് പോകുമെന്ന ചിന്തയുള്ളവരെ, വിശ്വാസമുള്ളവരെ, അവിടെ നിന്ന് മഹ്ശറിലേക്ക് പോകുമെന്ന ചിന്തയുള്ളവരെ, ലോകാവസാനത്തിന്റെ ഭീകരതയെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആനിൽ വിവരിക്കുന്നതൊന്ന് കാതുകൊടുക്കണേ. ഇതൊരു നിസ്സാരമായ വചനമല്ല. പരിശുദ്ധമായ ഖുർആനിലൂടെ റസൂലുള്ളാഹിയോട് പറയുകയാണ്, നബിയേ നബിയേ, അന്ന് നേരിട്ട് തങ്ങൾക്ക് കാണാൻ സാധിക്കും റസൂലേ, മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മമാരെ തന്റെ മക്കളെ ദൂരേക്ക് വലിച്ചെറിയുന്നതായി കാണാൻ പറ്റുമെന്ന് വിശുദ്ധമായ ഖുർആൻ. തീർന്നില്ല. വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. ഗർഭിണികളായ സഹോദരിമാർ തന്റെ ഗർഭസ്ഥ ശിശുവിനെ വയറ്റിലിട്ടുകൊണ്ട് നടക്കുന്നതാകുന്ന വേളയിൽ അതാ സൂറന്ന കാഹളത്തിന്റെ ഊത്ത് കേൾക്കുകയാ. 4 മാസമേ 5 മാസമേ ആയിട്ടുള്ളൂ. കുഞ്ഞിന് റൂഹ് ഊതപ്പെട്ടിട്ടേയുള്ളൂ. ആ കുഞ്ഞിനെ പ്രസവിച്ച് പോകുകയാണ്. ഭീകരമാകുന്ന ശബ്ദം കേട്ടിട്ടെന്ന് വിശുദ്ധമായ ഖുർആൻ. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഊത്തിന്റെ ആഘാതത്താൽ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ പ്രസവിച്ചു പോകുമേ. അത്രമാത്രം ഭീകരമാകുന്ന അവസ്ഥയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വതറന്നാസ സുകാറാ. ജനങ്ങൾ മുഴുവൻ കള്ളു കുടിച്ചവനെ പോലെ, മതോന്മത്തനായവനെ പോലെ, ലഹരി നുണഞ്ഞുകൊണ്ട് മതോന്മത്തനായവനെ പോലെ ലക്കും ലഗാനമില്ലാതെ നടക്കുന്നതായി കാണും റസൂലേ. പക്ഷേ വമാഹും ബിസുകാറാ, അവരാരും തന്നെ മദ്യപിച്ചിട്ട് മതോന്മത്തനായവരല്ല. വലാകിൻ അദാബല്ലാഹി ശദീദ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ പടച്ചറപ്പിന്റെ ശിക്ഷ നാളെ മഹ്ശറിലേക്ക് കൊണ്ടുവന്നുകൊണ്ടുള്ള ശിക്ഷ. 1000ഓളം വർഷങ്ങൾ കൊണ്ട് കത്തിക്കപ്പെട്ട, 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകത്തിന്റെ ചൂട്, ആ നരകത്തിന്റെ നിശ്വാസം, ആ നരകത്തിന്റെ ഭീകരമാകുന്ന കാഴ്ചകൾ കൺമുന്നിൽ ഇനി കാണുമല്ലോ എന്നോർത്തുകൊണ്ട് ദുനിയാവിൽ രസാനുഭൂതി ഗ്രഹിച്ച് കള്ളു കുടിച്ച് വിചരിച്ച് സിനിമ കണ്ട് സീരിയൽ ദർശിച്ച് മോശപ്പെട്ട ഫിലിമുകൾ കണ്ടുകൊണ്ട് ഹറാമായ തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടു നടന്നതായ ചെറുപ്പക്കാരനാണ്. കാമുകിയുമായി രസിച്ചതാകുന്ന ചെറുപ്പക്കാരനാണ്. കാമുകനുമായി പ്രളയത്തിൽ അകപ്പെട്ടു പോയതാകുന്ന സഹോദരിയാണ്. ഭീകരമാകുന്ന ലോകാവസാനത്തിന്റെ ശബ്ദത്തിന്റെ ആഘാതത്താൽ അവൾ പേടിച്ച് വിറച്ചുകൊണ്ട് ഓടുകയാണ്. ലക്കം ലഗാനമില്ലാതെ ജനങ്ങൾ കള്ളുകുടിച്ചുകൊണ്ട് മതോന്മത്തനായവനെ പോലെ തെക്കോട്ടും വടക്കോട്ടും ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വലാകിൻ അദാബല്ലാഹി ശദീദ്. അല്ലാഹുവിന്റെ കഠിനമായ ശിക്ഷ ഓർത്തുകൊണ്ടാണ് റസൂലേ അവർ ഓടുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ. 40 കൊല്ലം ആ ഓട്ടം തുടരുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എത്ര നാളാണ്? ഒന്നാമത്തെ ഊത്തിന്റെ ഭീകരത 40 കൊല്ലമാണ്. മനസ്സിലാക്കണം, നിസാരമല്ല. സൂറന്ന കാഹളത്തിലൂടെയുള്ള ഊത്ത്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മസ്ഊറു യാ റസൂലല്ലാഹ്, നബിയേ സൂറന്ന കാഹളത്തെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറന്ന കാഹളത്തെ കുറിച്ച് അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഹുവ ഖറനും മിൻ നൂർ, പ്രകാശത്താലുള്ള കുഴലാണ് സാബാ. പ്രകാശത്താലുള്ള ഒരു കുഴലാണ് സൂറന്ന കാഹളമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി,
എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ആ സൂറന്ന കാഹളത്തിന്റെ വലിപ്പമുണ്ടല്ലോ, അതിന്റെ നീളമുണ്ടല്ലോ, അതിന്റെ വ്യാസമുണ്ടല്ലോ, ഏഴാകാശത്തിന്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്നതായ വലിപ്പമാണ് അതിനുള്ളത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഏഴാം ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്താലുള്ളതാകുന്ന ഒരു കുഴല്, അതാണെന്ത്? സൂറന്ന കാഹളം, ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ഏഴ് ആകാശവും ഏഴ് ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും പേടിച്ചോടുന്നത്. കാരണം എന്താ? ഇത് ഫുള്ള് കവർ ചെയ്ത് നിൽക്കാൻ. നമ്മുടെ ഈ രണ്ട് ബോക്സ് സൗദി സൗണ്ട് സിസ്റ്റം ഇത് തന്നെ കേട്ടിട്ട് എല്ലാവരുടെയും ചെവിക്കൽ ഏകദേശം പോയിരിക്കാം, ഇവിടെ ഉള്ളവരുടെ അല്ലേ. ഇതിങ്ങനെ മൊത്തത്തിൽ ഫുള്ള് എല്ലാവരുടെയും ചെവിയുടെ അടുത്തുകൊണ്ട് ഇങ്ങനെ ഒന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. നമ്മുടെ എഫ്രം അടിച്ചും ഉറപ്പാണ്. ഇപ്പൊ ഇയർഫോൺ തന്നെ ഡെയിലി ചെവിയിൽ വെച്ചുകൊണ്ട് നടക്കുന്നതാകുന്ന ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. എന്ത്? രാത്രിയിൽ പാട്ടൊക്കെ കേട്ടു നടക്കുന്ന ശാസ്ത്രം പറയുന്നുണ്ട്, ക്രമേണ ഒരു 15 കൊല്ലം കൊണ്ട് കേൾവി ശക്തി കുറയും, ശ്രവണപുടത്തിന്റെ ശേഷി കുറയുമെന്ന്. എല്ലാ ദിവസവും പാലാപ്പള്ളിയും വെച്ച് കിടക്കുന്ന ടീമുണ്ട്. രാത്രി എല്ലാ ദിവസവും ഇതന്നെ കളി, ഒറ്റ ദിവസം മുടങ്ങൂല, എല്ലാ ദിവസവും പാട്ട് വെച്ചുകൊണ്ട് തന്നെ കിടക്കുക. ഇയർഫോൺ അങ്ങനെ സ്ഥിരമായി യൂസ് ചെയ്താൽ ചിലർ ഫോൺ വിളിക്കാനൊക്കെ ഇതാണ് ഉപയോഗിക്കാം. എന്ത്? എയർപോർട്സ് വെച്ച് അല്ലെങ്കിൽ ഇയർഫോൺ ഒക്കെ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുള്ളൂ. അങ്ങനെ സ്ഥിരം യൂസ് ചെയ്താൽ എന്തുണ്ടാവും? ചെവിക്ക് പതുക്കെ ഒരു 15 വർഷത്തിനുള്ളിൽ കേൾവി ശക്തി കുറയുമെന്ന് ശാസ്ത്രം തന്നെ പറയുക. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, 7 ആകാശഭൂമികൾ നിറഞ്ഞു നിൽക്കുന്നതായ ഈ സൂറന്ന കാഹളത്തിലൂടെയുള്ള ഊത്ത്. സുബ്ഹാനല്ലാഹ്, 3 ഊതൽ ഊതാൻ വേണ്ടി തന്നെ അള്ളാഹു ഒരു മലക്കിനെ പടച്ചിരിക്കാൻ. സയ്യിദുനാ ഇസ്റാഫീൽ അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ പണി ഇത് മാത്രമാണ്. മെയിനായിട്ട് ഈ 3 ഊത്ത് ഊതുക. മദ്രസയിൽ പഠിച്ചതല്ലേ? ഇസ്റാഫീൽ അലൈഹിസ്സലാമിന്റെ പണി എന്താണ്? സൂറന്ന കാഹളത്തിൽ ഊതുക. ഈ 3 ഊതൽ ഊതാൻ വേണ്ടി തന്നെ അള്ളാഹു ഒരു മലക്കിനെ പടച്ചു എന്ന് പറയുമ്പോൾ ആ 3 ഊത്ത് വലിയ ഊത്താണ്, നിസാരമല്ല എന്ന് നാം തിരിച്ചറിയണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ലമ്മാ ഫറഗല്ലാഹു തആല മിൻ ഖൽഖി സമാവാതി വൽ അർദ് സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങളെയും ഭൂമികളെയും പടച്ചതിന് ശേഷം മൂന്നാമതായി അല്ലാഹു പടച്ചത് സൂറന്ന കാഹളത്തെയാണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എന്തിനാണ് ഈ ആകാശങ്ങളെ തകർക്കാൻ ഈ സൂറ് കൊണ്ടേ സാധിക്കുകയുള്ളൂ? ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന അനന്തകോടി നക്ഷത്ര താരകങ്ങളെ തകർക്കാൻ, ചന്ദ്രനെ തകർക്കാൻ, സൂര്യനെ തകർക്കാൻ, ഈ സൗരയുധങ്ങളെ തകർക്കാൻ, ഈ ഭൂമിയെ തകർക്കാൻ, അതിലുള്ള ജീവജാലങ്ങളെ ഇല്ലാതാക്കാൻ, ഈ സർവ്വ മനുഷ്യരെയും നശിപ്പിക്കാൻ ഈ സൂറന്ന കാഹളം കൊണ്ടേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലമ്മാ ഫറഗല്ലാഹു തആല മിൻ ഖൽഖി സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പടച്ചതിന് ശേഷം മൂന്നാമതായി പടച്ചത് സൂറിനെയാണ്. ഈ സൂറന്ന കാഹളത്തിലൂടെയാണ് ഊതുന്നത്. പിന്നെ പറയേണ്ടതില്ലല്ലോ, പേടിക്കാതിരിക്കോ. എത്ര നാളാണ് പേടിച്ചു മൂടുന്നത്? 40 വർഷം. 40 കൊല്ലം കഴിയുമ്പോഴാണ് അടുത്ത ഊത്തൂതാൻ പറയാ. മൊത്തത്തിൽ എത്ര ഊതലുണ്ട്? 3 ഊതൽ. ഒന്നാമത്തെ ഊത്ത് നഫ്ഖത്തുൽ ഫസ്അ, പേടിപ്പിക്കാനുള്ള ഊത്താണ്. ഒന്ന് അറിയിപ്പ് കൊടുക്കുക. അതോടുകൂടി തന്നെ ചാനലിൽ പോയിട്ട് ആളുകൾ ഓട്ടം തുടങ്ങി. 40 കൊല്ലത്തോളമായി. ഇവിടെ ദുനിയാവിൽ 10 കൊല്ലം ജീവിച്ചിട്ടുണ്ടാവുള്ളൂ. എന്നാലും നാളെ ഖിയാമത്ത് നാളിലെ ശബ്ദം കേട്ടിട്ട് എത്ര നാൾ ഓടണം? 40 കൊല്ലം ഓടണം. മനസ്സിലാക്കണം, അതാണ് അതിന്റെ ഭീകരത. സാരല്ല, ശരിക്കും മനസ്സിലാക്കണം. 40 കൊല്ലമാണ് ഓടുന്നത്. ലക്കും ലഗാനും ഇല്ലാതെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാനൽ പോയിട്ട് ഓടുക. 40 കൊല്ലം ഞാനും നിങ്ങളും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.
നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവസാന കാലഘട്ടത്തിലേക്കുള്ള സംഭവമാണ്. അന്ന് പരിശുദ്ധമായ ദീൻ ജനങ്ങൾക്കില്ല. ജനങ്ങൾ മുഴുവനും കള്ളുകുടിയിലാണ്, ലഹരിയിലാണ്, അശ്ലീലതയിലാണ്. ലാ തഖൂമുസ്സാഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് 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 എന്ന് പറയുന്ന ഒരാൾ പോലും ഈ ഭൂമുഖത്തുണ്ടാവൂല. അന്നാണ് ലോകം അവസാനിക്കുക എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. റാത്തീബുണ്ടാവൂല, മൗലിദുണ്ടാവൂല, ഖുർആനോദലുണ്ടാവൂല, ദിക്റുകൾ അസ്തമിക്കുന്ന ഘട്ടമാണ്. എല്ലാം നശിക്കുക. അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു ഇർഹം അബ്ദുൽ ഖാദിർ ജീലാനി. അല്ലാഹു അല്ലാഹു അല്ലാഹ്. ഇപ്പൊ തന്നെ ലോകം അവസാനിക്കും. അതാ ഞാൻ പറഞ്ഞത്. അല്ലാന്ന് പറയാൻ ഇല്ല ഒരുത്തില്ല. ഉറക്കച്ചില് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു ഇർഹം അബ്ദുൽ ഖാദിർ ജീലാനി. അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. അതൊക്കെ റാത്തീബിലൂടെ നമ്മൾ ചൊല്ലി പഠിച്ചവരാ. ഇതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു യുഗം വരും. യുഗം അവസാനിക്കും. ഹബീബ് മുഹമ്മദ് മുസ്തഫ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പോലും വീടുകളിൽ നിന്ന് ഇല്ലാതാവും. പണ്ട് മഗ്രിബിന് തൊട്ടു മുമ്പ് മക്കളെയും കൊച്ചുമക്കളെയൊക്കെ ചേർത്ത് ഉമ്മമാര് വീടിനകത്തലങ്ങളിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 100 വട്ടം ചൊല്ലിയിരുന്നു. ആരെങ്കിലും ചെല്ലുന്നുണ്ടോ? ഒരാളുടെയും വീട്ടിലില്ല. ഒക്കെ പന്ത് കളിക്കാൻ. മഗ്രിബിന് മക്കൾ എവിടെ? ടെറഫിൽ. ഇശായിന് മകൻ എവിടെ? ടെറഫിൽ. സുബൈക്ക് മോൻ എവിടെ? ടെറഫിൽ. വൈകിട്ടാവുമ്പോഴേ കളി തുടങ്ങുക. അല്ലാഹു നമ്മുടെ മക്കളെ കാത്ത് സംരക്ഷിക്കട്ടെ. എന്തൊരു മോശമാകുന്ന സ്വഭാവമാണിത്. നിങ്ങൾ പന്ത് കളിക്കണ്ട എന്നല്ല, പന്ത് കളിച്ചോ. അസറിന് ശേഷം 1 മണിക്കൂർ നിങ്ങൾ പന്ത് കളിക്കും. ശരീരത്തിന് വ്യായാമമാണ്. ആയിക്കോട്ടെ. അത് തന്നെ ഔറത്തുകൾ മറച്ചിട്ട് നല്ല വൃത്തിയായി കളിക്കും. മുട്ടുമുക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താണ്. ഏത് സൈസ് പന്ത് കളിച്ചാൽ അത് എത്ര ഈ പ്രാവശ്യം ഈ തലമുറയോട് പറഞ്ഞിട്ടും പുരുഷന്മാര് ശ്രദ്ധിക്കുന്നില്ല. മുട്ടുപൂക്കൾ ഉൾപ്പെടെ മറച്ചിരിക്കണം. തുട കാണുന്ന രീതിക്ക് വസ്ത്രം ധരിക്കാൻ പാടില്ല. നിക്കറിട്ടുകൊണ്ട് പന്ത് കളിക്കാൻ പാടില്ല. 3/4 ഉള്ളതാകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോ നിസ്കാരത്തിന്റെ സമയത്ത് സുജൂദിന്റെ വേളയിൽ തുടയുടെ ഭാഗം വെളിവാകുന്നുണ്ടെങ്കിൽ ഔറത്ത് വെളിവായി നിസ്കാരം ബാത്തിലായി. എന്താ ഈ സമൂഹം മനസ്സിലാക്കാത്തത്? സമസ്യയുടെ സിലബത്തിൽ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് നിനക്ക് ബോധം വന്നില്ലേ? അതോ അറിവുണ്ടായിട്ട് വിവരക്കേട് കാണിക്കുകയാണോ? നിന്റെ നിസ്കാരങ്ങൾ ബാത്തിലാവൂലേ? എന്താണ് ഈ തലമുറ കാണിക്കുന്നത്? മഗ്രിബ് കഴിഞ്ഞിട്ട് യാസീൻ ഓതിയിരുന്ന തലമുറ, സൂറത്തുൽ വാഖി ഓതിയിരുന്ന ആളുകൾ, സൂറത്തുൽ മുൽക്ക് ഓതിയിരുന്ന തലമുറ, സൂറത്തുൽ സജദ ഓതിയിരുന്നവർ, സൂറത്തുൽ ദുഹാൻ ഓതിയിരുന്നവർ ഇന്നതെല്ലാം എടുത്തു കളഞ്ഞു. യാസീൻ സൂറത്തില്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബാ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് സ്വഹാബ. വിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയം യാസീനാണ്, യാസീനാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന്റെ പതിവായിരുന്നു പ്രഭാതത്തിലും പ്രദോഷത്തിലും യാസീൻ ഓതുമായിരുന്നു. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ രാവിലെ വൈകിട്ട് ഓതും. നമ്മൾ ഒരെണ്ണം ഓതി. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആരാ നീ? സുസുന്നി. ഭയങ്കര സുന്നിയാണ്. ഹാജിയാര. മറ്റേ യാസീൻ ജീവിതത്തിലില്ല. ആരെങ്കിലും മരിക്കണം യാസീൻ ഓതുമ്പോൾ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എടാ, മരണത്തിന് വേണ്ടി മാത്രമല്ല, മരിക്കാൻ കിടക്കുന്നവന്റെ ചാരത്തും മാത്രമല്ല, നിന്റെ സ്വന്തം ജീവിതത്തിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഉണ്ടാവട്ടെ സൂറത്ത് യാസീൻ. ഖുർആനിന്റെ ഹൃദയമാണ്. സൂറത്തുൽ മുൽക്ക് ഖബർ ജീവിതം സന്തോഷം കിട്ടാൻ നബി തങ്ങൾ പഠിപ്പിച്ചു. ഇശാ മഗ്രിബിനിടയിൽ ആരാ ഓതുന്നത്?
സൂറത്തുൽ വാഖിയ ദാരിദ്ര്യ നിർമ്മാർജ്ജനം വരുത്തി ദുനിയാവ് സന്തോഷമാകാൻ റസൂൽ പഠിപ്പിച്ചു. ആരാണ് കൃത്യമായി പാരായണം ചെയ്യുന്നവർ? പെൺമക്കൾ അധികരിച്ച സ്വഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു, നീ നിന്റെ ജീവിതത്തിൽ കൃത്യമായി പഠിക്കേണ്ട സൂറത്താണ് ഏത്? സൂറത്തുൽ വാഖിയ. നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പെൺമക്കൾ അധികരിച്ച സ്വഹാബിയ പഠിപ്പിച്ചിട്ട് പറഞ്ഞു, നിന്റെ പെൺമക്കളെ പഠിപ്പിക്കണം. സഹാബത്തിന്റെ കൂട്ടത്തിൽ പെൺമക്കൾ അധികമുള്ള അദ്ദേഹം പെൺമക്കളെല്ലാം പഠിപ്പിച്ചു ഓതാൻ വേണ്ടി പറഞ്ഞു. മൂച്ചിത്രയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്താൻ, ഒരു ദിവസം പോലും ശുദ്ധിയുള്ള കാലയളവിൽ നിങ്ങൾക്ക് വിട്ടുപോകാൻ പാടില്ല സൂറത്തുൽ വാഖിയ. അല്ലാഹു ഓതാൻ തൗഫീഖ് തരട്ടെ. എല്ലാ സൂറത്തും ഓതണം, പ്രത്യേകിച്ച് സൂറത്തുൽ വാഖിയ. പുരുഷന്മാര് അഥവാ വിട്ടുപോയാലും നിങ്ങളുടെ ജീവിതത്തിൽ വിട്ടുപോകാൻ പാടില്ല. അവർ ഓതണ്ടായിരുന്ന അർത്ഥത്തിലല്ല, പുരുഷന്മാരും ഓതണം. അഥവാ അവർ വിട്ടുപോയാലും നിങ്ങളുടെ ജീവിതത്തിൽ വിട്ടുപോകാൻ പാടില്ലാത്തൊരു സൂറത്തുണ്ടെങ്കിൽ ഇത് സൂറത്തുൽ വാഖിയ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് സാന്ത്വനം നൽകാൻ, അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ നിന്റെ സൂറത്തുൽ വാഖിയ കൊണ്ട് പ്രചോദനദായകമുണ്ടാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ദിക്റില്ല, സലാത്തില്ല, ഇബാദത്തില്ല, ഇതൊക്കെ കുറഞ്ഞുപോയി. മഗ്രിബിന്റെ സമയത്ത് നമ്മൾ പന്തും കളിച്ച് റോഡിൽ കിടക്കുക. കുട്ടികളൊക്കെ രാത്രിയിൽ ഇങ്ങനെ കരയാനുള്ള കാരണം റസൂലുള്ളാഹി പറയുന്നത്, ഇദാ ഗറബത്തി ശംസു യന്തശിറു ശയാതീനു, മഗ്രിബിന്റെ സമയമായാൽ കുട്ടികളെ പുറത്തിറക്കരുത്, പിശാച് പാറിക്കളിക്കുന്ന സമയമാണ്. ഫഖതഫു സിബിയാനകും, നിങ്ങളുടെ ചെറിയ മക്കളെ നിങ്ങൾ പിടിച്ചു വെക്കണം. വഹ്ബിസു മവാശിയക്കും, നിങ്ങളുടെ നാൽക്കാലികളെ അതിന്റെ ആലയിൽ കൊണ്ടുപോയി ബന്ധിക്കുകയും വേണം. വീട്ടിൽ പശുവുണ്ട്, പോത്തുണ്ട്, കിടാവുണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആടൊക്കെ വളർത്തുന്ന ആളുകൾ മഗ്രിബിന് മുമ്പ് തന്നെ അതിനെ കൊണ്ടുവന്ന് കൂട്ടിൽ കയറ്റി ബന്ധിക്കണം. ആര് പറഞ്ഞു? ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലെങ്കിൽ അതിനൊക്കെ എന്ത് ബാധിക്കും? പിശാചികത ബാധിക്കും. ചെറിയ കുട്ടികൾക്കും പെട്ടെന്ന് പിടിപെടും. അതുകൊണ്ട് ഫഖതഫു സിബിയാനക്കും, മഗ്രിബിന് മുമ്പ് തന്നെ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികളെ വീട്ടിനുള്ളിൽ കയറ്റണം. ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി പറഞ്ഞു. നമ്മളിതൊന്നും കേൾക്കുന്നില്ല. നമ്മൾ മഗ്രിബിന്റെ സമയമാകും എവിടെയാ? നമ്മൾ പാർക്കിലാണ്. നമ്മൾ മഗ്രിബിന്റെ സമയമാകുമ്പോ ബീച്ചിലാണ്. നമ്മൾ മഗ്രിബിന്റെ സമയമാകുമ്പോ മാളിലാണ്. നമ്മൾ മഗ്രിബിന്റെ സമയമാകുമ്പോ പർച്ചേസിംഗിലാണ്. അതുകൊണ്ട് എന്ത് പറ്റി? രാത്രിയിൽ എല്ലാം കഴിഞ്ഞ് കുഴിമന്തിയും കിഴിപൊറോട്ടയും കഴിച്ച് വീട്ടിൽ റൂമിൽ വന്ന് കയറുമ്പോ മക്കൾ കടന്ന് കരച്ചിലോടെ കരച്ച് ശൈത്താനീയത്തായി. കുട്ടികൾക്ക് പൈശാചികത ഉടലെടുത്തു. കാരണം മഗ്രിബിന്റെ സമയത്ത് നീ നിരത്തിൽ തെണ്ടാനിറങ്ങിയതാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് പൈശാചികത പിടിപെട്ടു. ഒരിക്കലും മഗ്രിബിന്റെ സമയത്ത് ചെറിയ കുട്ടികളുമായി പുറത്തിറങ്ങരുത്. ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആ സമയത്തിരുന്ന് വീട്ടിൽ എന്ത് ചെയ്യണം? ദിക്ർ ചൊല്ലണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് ഈ അപകടം. ഇന്നത്തെ തലമുറയിൽ മക്കള് പിഴച്ചുപോയി. എത്ര ഉമ്മമാരാണ് എല്ലാ ദിവസവും രാവിലെ റൂഹ് ബയാൻ മജ്‌ലിസിൽ വിനീതനോടൊപ്പം പങ്കെടുക്കുന്ന പതിനായിരക്കണക്കിന് ഉമ്മമാരിൽ ആയിരക്കണക്കിന് ഉമ്മമാർക്കും കണ്ണീരോടുകൂടി പറയാനുള്ള ഒരേ ഒരു സങ്കടം ഇത് മാത്രമാണ്. എന്താ പറയുന്നത്? മക്കൾ ഉസ്താദെ കള്ളുകൂടിയല്ല, മകൻ കള്ളുകൂടി, മകള് ഇന്നും ഈ വാതിന്റെ മജ്‌ലിസിൽ വരുന്നതിന് മുമ്പ് ഒരു ഉമ്മ എന്നോടൊപ്പം വന്ന സ്നേഹിതനെ സഹോദരനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദിന്റെ കയ്യിലൊന്ന് കൊടുക്കണം, വളരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞ് പകല് മുഴുവൻ വിളിച്ച് നിർബന്ധിച്ച് അവസാന പയ്യൻ ഫോൺ തന്ന് വാങ്ങിച്ചു നോക്കിയപ്പോ പറയുന്നത് സങ്കടം എന്താ? എന്റെ മകള് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പ്രണയത്തിലാണ്. ചെറിയ മകളാണ്, പ്രണയത്തിലാണ്. സഹോദര സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരനുമായിട്ടാണ് പ്രണയം. എത്ര പറഞ്ഞിട്ടും മാറുന്നില്ല. മദ്രസയിലൊക്കെ പഠിച്ച കുട്ടിയാണ്, ബോധവും ബുദ്ധിയൊക്കെ ഉള്ള മോളാണ്. പക്ഷെ അവൾ അതിന് അഡിക്റ്റായി പോയി. എന്ത് പറഞ്ഞിട്ടും അവൾ അതിൽ നിന്ന് മാറുന്നില്ല. നമ്മുടെ സമുദായം ആയിരുന്നെങ്കിൽ ഉസ്താദ് വിവാഹം എങ്ങനെയെങ്കിലും ചെയ്തു കൊടുക്കാം. നമ്മുടെ സമുദായമല്ല. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളാണ്, മൈനറായ ഒരു കുട്ടിയാണ്. ചിന്തിക്കണം, എവിടെയാണ് ലോകം എത്തിപ്പെടുന്നത്? ആ ഉമ്മയുടെ മനസ്സിലെ നീറ്റല് എന്നിനെ കെടും. ചിന്തിക്കും, എന്ത് ചെയ്താൽ രക്ഷപ്പെടും മക്കളും. ഇതൊക്കെ നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളില്ലേ? പലരും ഇതൊന്നും പുറത്തു പറയുന്നില്ല. അവനവന്റെ വീടിന്റെ അകത്തലങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പുറത്തു പറഞ്ഞാൽ നാറ്റക്കേസാണ്. അത്രയേറെ പ്രശ്നങ്ങളാണ് വീട്ടിൽ. മക്കളെ പിഴച്ചു കൊണ്ടുപോയിരിക്കുന്ന കാലഘട്ടം. പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കൾ. ഒരു ദീനുമില്ല, ഖുർആനോത്തില്ല, നിസ്കാരമില്ല, ഇബാദത്തില്ല. മദ്രസയിൽ പഠിപ്പിച്ച കാര്യങ്ങൾ പോലും വീട്ടിൽ ഒരു വേള പോലും വായിക്കുന്നില്ല. എന്നാൽ എല്ലാം അറിയാവുന്ന നിലയ്ക്ക് ജീവിക്കുക.
അല്ലാഹു നമ്മുടെ മക്കളെ കാത്ത് സംരക്ഷിക്കട്ടെ. നമ്മൾ കണ്ടില്ലേ, മലപ്പുറം ജില്ലയിൽ തന്നെ കഴിഞ്ഞ വർഷം വളാഞ്ചേരി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് തൊപ്പി എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നപ്പോ അവന്റെ പിന്നിൽ ഒരുമിച്ച് കൂടിയത് 5 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളതാകുന്ന ഈ നാട്ടിലുള്ളതാകുന്ന മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരാണ്, യുവാക്കളാണ്, യുവതികളാണ്. ഈ അടുത്ത് ഒതുക്കുങ്ങലിലേക്ക് വന്നപ്പോൾ നാട്ടിലുള്ളതാകുന്ന നല്ല സൽബുദ്ധരാകുന്ന ആളുകൾ ഇടപെട്ടിട്ട് പറഞ്ഞു, ഇവിടെ കാലുകുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല, കാരണം മക്കളെ പിഴപ്പിക്കുന്നവനാണവനെന്ന് പരസ്യമായി പറഞ്ഞിട്ട് എതിർത്ത് മാറി നിന്നു. എന്തുകൊണ്ടാണ്? അവർക്കറിയാം നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകാൻ ഇവന്റെ വായിൽ നിന്ന് വരുന്നത് മുഴുവനും അശ്ലീലതയാണ്. വായിൽ നിന്ന് വരുന്ന മുഴുവൻ അശ്ലീലത. എല്ലാ ദിവസവും ലൈവ് ചെയ്യാൻ, എന്നിട്ട് ആ ഫേസ്ബുക്ക് ലൈവിലൂടെ ഉലമാക്കളെ, പണ്ഡിതന്മാരെ, സാധാരണക്കാരെ എന്ന് വേണ്ട എല്ലാവരെ കുറിച്ചും അനാവശ്യമാകുന്ന കമന്റുകൾ രേഖപ്പെടുത്തി നമ്മുടെ മക്കളുടെ ഹൃദയാന്തരങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്നതാകുന്ന പൈശാചികതയെ തൊട്ടുണർത്തുന്നതാകുന്ന പ്രവണതയാണ് ആ സഹോദരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആരാണ് കുറ്റക്കാര്? നമ്മളിത് പറയുമ്പോഴും 5 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളതാകുന്ന മക്കൾ അവിടെ ഒരുമിച്ച് കൂടി. ആരുടെ മക്കളാ? മുസൽമാന്റെ മക്കൾ, കാക്കാമാരുടെ മക്കൾ, നമ്മുടെയൊക്കെ മക്കൾ. ആരാണ് ഇവിടെ കുറ്റക്കാർ? 5 വയസ്സുള്ളതാകുന്ന കുട്ടിയുടെ കൈകളിലേക്കും 1.5 വയസ്സുള്ളതാകുന്ന മകളുടെ കൈകളിലേക്കും മൊബൈൽ ഫോൺ തേടിപ്പിടിപ്പിച്ച് ടാബും അവൾക്ക് വേണ്ടുന്ന മൊബൈൽ ഫോണും കൊടുത്ത് വീടിന്റെ അകത്തളങ്ങൾ മാറിയിരുന്നു കൊണ്ട് കാമുകരുമായി സ്വറ പറയുന്ന മുസ്ലിം സമുദായത്തിലെ സഹോദരിമാരുള്ള കാലഘട്ടമല്ലേ ഇത്? സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ മറ്റുള്ള പരപുരുഷന്മാരുമായിട്ട് പരസ്ത്രീകളുമായി ബന്ധം പുലർത്താൻ തയ്യാറായി നിലകൊള്ളുന്ന മുസ്ലിം സമുദായത്തിലെ യുവാക്കളുള്ള കാലഘട്ടമല്ലേ ഇത്? മക്കളെങ്ങനെ പിഴയ്ക്കാതിരിക്കും? മക്കളെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? 5 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളതാകുന്ന ഇത്തരത്തിലുള്ള മക്കൾ ഒതുക്കുങ്ങലിലേക്ക് ഒരുമിച്ച് കൂടണമെങ്കിൽ, മലപ്പുറം ജില്ലയിലെ ഒരു ഭാഗത്ത് അത്രയേറെ മുസ്ലിം മക്കൾ ഒന്നു ചേരണമെങ്കിൽ അവരുടെ രക്ഷിതാക്കളെയാണ് ആദ്യമായി പാഠം പഠിപ്പിക്കേണ്ടത്. മക്കൾക്ക് കൊടുക്കാണ് മൊബൈൽ ഫോൺ. ചെറിയൊരു കുട്ടിയെ കൊണ്ട് ജനിച്ചു വന്നാൽ ഉടനെ കുട്ടിയുടെ കയ്യിലേക്ക് ആദ്യം തന്നെ ഇത് കൊടുക്കാൻ. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ എന്തൊക്കെ മാർഗ്ഗമുണ്ട്? ഇന്ന് ഉമ്മമാർ അതൊന്നുമില്ല. അവർക്ക് എങ്ങനെയെങ്കിലും സ്വസ്ഥതയും സമാധാനം. ഒരു കാർട്ടൂൺ നെഞ്ചത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കാൻ, നെറ്റിത്തടത്ത് പിടിപ്പിച്ച് റബ്ബർ ബാൻഡ് ചുറ്റി പിടിപ്പിക്കുന്നു, പിള്ളേർ വായിലോട്ട് കുറുക്കും വെച്ചു കൊടുത്തോണ്ടിരിക്കുന്നു. പണ്ട് ഇതൊന്നും അല്ലല്ലോ. പണ്ട് പുറത്തേക്ക് ഇറക്കി കാക്കയും പൂച്ചയൊക്കെ കാണിച്ചിട്ട് ഉമ്മമാര് ഭക്ഷണം കഴിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം. എന്തേ നമുക്കത് സംജാതമാകാത്തത്? ഇത് മൊബൈൽ ഫോണിലൂടെയുള്ള ഈ കാഴ്ച ചെറിയ കണ്ണുകൾക്ക് അവരുടെ കണ്ണിന്റെ കാഴ്ച കുറയ്ക്കുമെന്നുള്ള വസ്തുതയൊക്കെ ഉമ്മമാർക്കറിയാം. അതിൽ നിന്ന് പതിക്കുന്നതാകുന്ന രശ്മികൾ കുട്ടികളുടെ കണ്ണിന് രോഗം പാകും. ഇങ്ങനെ പോയാൽ ഒരു 5 വയസ്സെത്തുമ്പോഴത്തേക്കും കുട്ടിക്ക് കണ്ണാടി ഇടേണ്ടി വരുമെന്നുള്ള ബോധ്യമൊക്കെ ഉമ്മമാർക്കുണ്ട്. എന്നിട്ട് പോലും രക്ഷിതാക്കൾ അവരുടെ സ്വന്തം ആ സമയത്തുള്ള ആശ്വാസം കിട്ടാൻ വേണ്ടി കുട്ടികൾക്ക് ഇതൊരു കടമ എന്ന നിലയ്ക്ക് മൊബൈൽ ഫോൺ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഭക്ഷണം എങ്ങനെയെങ്കിലും കൊടുത്തു എന്ന് വരുത്തി തീർത്ത് ഒതുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ തലമുറ എത്തിപ്പെട്ടു. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ തലമുറ എങ്ങനെയായി? കോവിഡ് എന്ന മഹാമാരി മനുഷ്യനെ സമ്മതിച്ച് പതിപ്പിച്ചു കൊടുത്ത ഒന്നാണ് മൊബൈൽ ഫോൺ. ചെറിയ കുട്ടികൾക്ക് പോലും ഇന്ന് മൊബൈൽ ഫോണാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ മക്കളുടെയൊക്കെ അവസ്ഥ എന്താ? മക്കൾ വെറുതെ സൈലന്റ് ആയിട്ട് ഒരു വീട്ടിൽ മാറിയിരിക്കണമെങ്കിൽ കുട്ടികൾക്ക് മൊബൈൽ കൊടുത്താൽ മതി. വാപ്പാക്ക് എന്ത് പണിക്കും പോകാം, വേറെ സൈഡിലോട്ട് പോകാം. അവരെ ശല്യം ചെയ്യാനേ പറ്റില്ല. കുട്ടികൾ ഇങ്ങനെ കാർട്ടൂൺ മറിച്ച് പിന്നീട് വാപ്പ തലേന്ന് കണ്ടുകൊണ്ടിരുന്ന സണ്ണിയിലോട്ട് പോയി. അല്ലാഹ് പിന്നെ തീർന്നു. അല്ലാഹു നമ്മളെ കാക്കണം. വാപ്പ 18 വയസ്സിന് മുകളിലുള്ള സാധനങ്ങളൊക്കെ നേരത്തെ ഇവിടെ കാണാൻ വേണ്ടി ഓപ്ഷൻ വെച്ചിരുന്നതാണ്. കുട്ടികൾ യൂട്യൂബ് ചാനലിലൂടെ കണ്ട് വേറെ കാഴ്ചയിലേക്ക് പോവാൻ കണ്ണ് മഞ്ഞളിച്ചു. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഞാൻ കാട് കയറുന്നില്ല, പറയാനാണ് ഒരുപാട് പറയേണ്ടി വരും. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഞാൻ തിരിച്ചു വരുന്നു വീണ്ടും. അതുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കുട്ടികൾ പഴിച്ചു പോകും. എന്റെ മോൻ തൊപ്പിയുടെ പുറകെ പോയെന്ന് പറയുന്നത് യഥാർത്ഥ തൊപ്പിയല്ല, ഇത് വേറൊരു സൈസ് തൊപ്പിയാണ്. അപകടത്തിലേക്കാണ് പോകുന്നത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലായിക്കോ, നമ്മുടെ തലമുറകളെ നന്നാക്കണം. 5 വയസ്സ് മുതൽ 15, 20, 25 വയസ്സ് വരെയുള്ളതാകുന്ന യുവാക്കളും യുവതികളുടെയും ഹൃത്തടത്തിലുള്ള മാലിന്യമാകുന്ന ചിന്താധാരയാണ് ഇന്ന് അവരിലൂടെ പുറത്ത് കാണുന്നത്. നമ്മുടെ മക്കളെ അല്ലാഹു നന്നാക്കി തരട്ടെ. അല്ലാഹു മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. ഞാൻ അവരെ കുറ്റം പറയല്ല, അവരുടെ രക്ഷിതാക്കളെ ശ്രദ്ധിക്കാൻ വേണ്ടി ഉണർത്തുകയാണ്. നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി എടുക്കണം. അതിനാണ് ഇത്തരത്തിലുള്ള വാദിന്റെ മജ്‌ലിസ്. അല്ലാഹു നമ്മുടെ മക്കളെ എല്ലാം സാലിഹീങ്ങൾ ചേർക്കട്ടെ, ആബിദീങ്ങളും ഹാഫിദീങ്ങളും അല്ലാഹു ചേർത്ത് അനുഗ്രഹിക്കട്ടെ. അപ്പൊ തെറ്റിലേക്ക് നമ്മൾ വഴുതി മാറി ചിന്തിക്കാം. നബിതങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഒരു കാലഘട്ടം വരും, ലാ തഖൂമു സ്സാഅതു അലാ ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്. സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരായിരിക്കും അവരുടെ മേലാണ് ലോകം അവസാനിക്കുക. ഹബീബ് മുഹമ്മദ് മുസ്തഫ
ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞ് 40 കൊല്ലം കഴിയുമ്പോഴാണ് രണ്ടാമത്തെ ഊത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ ഊത്ത് നഫ്ഖത്തു സഅഖ്, സർവ്വജനങ്ങളെയും മരിപ്പിക്കാനുള്ള ഊത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويوم ينفخ في الصور فصعق من في السماوات ومن في الأرض إلا ما شاء الله. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് സമൂഹത്തെ സമുദ്ധരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സൂറന്ന കാഹളത്തിന്റെ ഒന്നാമത്തെ ഊത്തിലൂടെ ജനങ്ങളെ പേടിച്ചുകൊണ്ട് 40 കൊല്ലം ലക്കം ലഗാനമില്ലാതെ ഓടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് രണ്ടാമത്തെ ഊത്തുദാ പറയുകയാണ്. ഈ ഊത്തിലൂടെ സർവരെയും മരിപ്പിക്കുകയാണ്. വയൗമ യുൻഫഖു പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂടെ രണ്ടാമത്തെ ഊത്തങ്ങോട് നടത്തുമ്പോ ആകാശഭൂമികളിലുള്ള സർവസൃഷ്ടിജാലങ്ങളും ആ ഊത്തിന്റെ ആഘാതത്താൽ മരിക്കുമത്രേ, മരണത്തിലേക്ക് പോകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. എല്ലാവരും മരിക്കുകയാണ്, മരിപ്പിക്കാനുള്ള ഊത്താണ്. ഇനിയാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മപ്രധാനം. അശ്റയിലേക്ക് പോവാൻ, ഫലസ്തീനിലേക്ക് പോവാൻ. ശരിക്കും ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ഊത്ത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലോകത്തുള്ളതാകുന്ന സർവരെയും മരിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവസാനമായി ജിബ്രീലിനെയും മീകായിലിനെയും അസ്റായീലിനെയും ഇസ്രാഫീലിനെയും ആത്മാവിനെ വേർപെടുത്തുകയാണ്. അതിനുശേഷം ഇസ്രാഫീൽ അലൈഹിസ്സലാമിന് അല്ലാഹു ആത്മാവ് നൽകുകയാ. ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് പറയുകയാ, മൂന്നാമത്തെ ഊത്തൊന്ന് ഊതണേ ഊതണേ. എല്ലാരെയും മരിപ്പിച്ച് അള്ളാഹു മാത്രമുള്ള സമയത്ത് അള്ളാഹു വീണ്ടും ഇസ്രാഫീൽ അലൈഹിസ്സലാമിന് റൂഹ് നൽകിയിട്ട് പറയും, ഊത്. എല്ലാരും തിരിച്ചു കൊണ്ടുവരിക, ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് പോവാൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. 5 മിനിറ്റ് കൂടി ഇരിക്കൂലേ ബഷീർ സാഹിബ്? കുഴപ്പമുണ്ടോ? കുറച്ചേരം കൂടി അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. അതിൽ നീട്ടൂല, വേഗം നിർത്താം. ثم ينفخ فيه أخرى فإذا هم قيام ينظرون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ ജനങ്ങളിതാ ഖബർ പിളർന്ന് എഴുന്നേൽക്കുകയാണ്. പരസ്പരം നോക്കുകയാണ്. മംബഅസനാ മിൻ മർഖദിനാ. ഖബർ പിളർന്നുകൊണ്ട് കടന്നു വരുന്ന ജനങ്ങളെ ചോദിക്കുമത്രേ, ആരാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ഞങ്ങൾ ഉറക്കിലായിരുന്നല്ലോ, ഈ ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ വിളിച്ചുണർത്തിയത് ആരാണ്? മലക്കുകൾ ഉടനെ മറുപടി നൽകുകയാണ്, ഇതാണ് നിങ്ങൾക്ക് പ്രവാചകന്മാർ നിങ്ങളുടെ കാലഘട്ടത്തിൽ വന്നുകൊണ്ട് പ്രബോധനം നടത്തിയപ്പോൾ പറഞ്ഞതായ മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസമാണ്. ദുനിയാവിൽ നിങ്ങൾ സുകൃതം ചെയ്തവരാണോ, നമസ്കരിച്ചവരാണോ, നോമ്പ് നോറ്റവരാണോ, സകാത്ത് കൊടുത്തവരാണോ, ഹജ്ജ് ചെയ്തവരാണോ, പാവങ്ങളുടെ കണ്ണീരൊപ്പിയവരാണോ, അല്ലാഹുവിന്റെ പള്ളിക്ക് സദഖ കൊടുത്തവരാണോ, മദ്രസയ്ക്ക് സഹായം ചെയ്തവരാണോ, എല്ലാ സദഖകളുടെയും പരിപൂർണമായ പ്രതിഫലം അല്ലാഹു ഇന്നാണ് നിങ്ങൾക്ക് രേഖപ്പെടുത്തി നൽകുക. ഇന്ന് പരിപൂർണമായ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തി നൽകുന്ന ദിവസമാണ്. തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ.
നിങ്ങളുടെ എല്ലാ നന്മ തിന്മകളുടെ പ്രതിഫലങ്ങൾ പൂർത്തീകരിച്ച് നൽകുന്നത് ഇന്നത്തെ ദിവസമാണെന്ന് പ്രവാചകന്മാർ ഉരുവിട്ടില്ലയോ? ആ ദിവസമാണിത്. ഇത് പരിശുദ്ധമായ ദിവസമാ. ഇത് ഖിയാമത്ത് ഒരുമിച്ച് കൂട്ടുന്ന ദിവസമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഹിയ അറവുൽ മഹ്ശരി വ അറവുൽ മൻശരി. ഇന്ന് ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ജെറുസലേമിലെ പരിശുദ്ധമാക്കപ്പെട്ടതായ മസ്ജിദുൽ അഖ്സയുടെ പരിസരം, അവിടെയാണ് നാളെ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന മഹ്ശറ. അവിടെയാണ് മഹ്ശറ ഉണ്ടാവുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഫലസ്തീൻ മുസ്ലിമീങ്ങൾക്ക് അന്യമല്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ അറാദ അൻ യൻദുറ ഇലാ ബുഖാത്തിൻ മിൻ ബിഖായിൽ ജന്ന ഫലൻദുർ ഇലാ ബൈത്തുൽ മഖ്ദസി. സ്വർഗ്ഗത്തിൻ്റെതാകുന്ന പ്രവിശാലമാക്കപ്പെട്ട ഒരു ഭൂമി ഈ ദുനിയാവിൽ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ഫലൻദുർ ഇലാ ബൈത്തുൽ മഖ്ദസി. ഫലസ്തീൻ വരെ ഒന്ന് പോകണേ, മസ്ജിദുൽ അഖ്സയൊന്ന് കാണണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മസ്ജിദുൽ അഖ്സ സ്വർഗ്ഗത്തിലേക്ക് ചേർക്കുന്ന സ്ഥലമാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ കാണാൻ അവസരം കിട്ടിയവരെന്ന് കൈയുയർത്തിക്കാരുണ്ട് ഈ മജ്ലിസ്? അൽഹംദുലില്ലാഹ്. ഒരാള്. വേറെ ആരെങ്കിലും ഉണ്ടോ? രണ്ടുപേരുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു പുണ്യഭൂമിയിൽ പോകാൻ തൗഫീഖ് തരട്ടെ. നമ്മൾ അതിനെ നിസാരമായി കണ്ടതുകൊണ്ടാണ്, ആ പള്ളിയെ നിസാരമായിട്ട് കണ്ടു ഇന്നത്തെ തലമുറ. അതുകൊണ്ടാണ് പോകാൻ സൗഭാഗ്യം കിട്ടാത്തത്. അല്ലാഹു നമുക്ക് പോകാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു പോകാൻ തൗഫീഖ് തരട്ടെ. സ്വർഗ്ഗത്തിലെ സ്ഥലം ഈ ദുനിയാവിൽ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഏത് പോയി കാണാൻ? ഫലൻദുർ ഇലാ ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസ് എന്ന് പോയി കാണാം. ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു കാണാൻ തൗഫീഖ് തരട്ടെ. പോരാ, ശബ്ദമില്ല, ഉറക്കെ പറയുന്ന അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പോരല്ലോ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു ഞങ്ങൾക്ക് നീ ബൈത്തുൽ മുഖദ്ദസ് കണ്ണുകൊണ്ട് നേർക്ക് നേരെ കാണാനും അതിനുള്ളിൽ നിസ്കരിക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. നിസ്കരിക്കാതെ ഈ സദസ്സിലുള്ള ഒരാളെയും നീ മരിപ്പിക്കല്ല റബ്ബേ. ഞങ്ങൾക്ക് അതിനുള്ള ആഫിയത്ത് തരണേ അല്ലാഹ്. സിഹത്ത് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകട്ടെ. നിയ്യത്ത് വെക്ക്. നിയ്യത്താണ് ഏറ്റവും വലുത്. നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി. അവിടെ ചെന്ന് അമൽ ചെയ്യുന്നതിനേക്കാൾ ഫലമാണ് മനസ്സുകൊണ്ടുള്ള കരുത്ത്. അങ്ങനെ പോകണ്ട എന്ന് പറഞ്ഞ ആമീൻ പറയരുത്. മനസ്സുകൊണ്ടൊരു കരുത്തുണ്ടാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിയ്യത്ത് നല്ലതെങ്കിലും എന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. നല്ല കരുത്തുണ്ടായാൽ, നിയ്യത്തുണ്ടായാൽ ഇൻഷാ അല്ലാഹ് എത്തും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചില ആളുകളുണ്ട് മക്കത്ത് മദീനത്ത് പോകാൻ മനസ്സുകൊണ്ട് വല്ലാതെ കൊതിക്കുന്നവര്. ഉറപ്പാണ് അവർ മരിക്കുന്നതിനും കൂടെ അല്ലാഹു എത്തിച്ചിട്ടുണ്ടാവും. ചിലർക്ക് ഒരു കൊതിയില്ല, സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ പറഞ്ഞിരുന്ന് കോടിക്കണക്കിന് സമ്പത്തുള്ള ആളുകൾക്ക് മക്കയിൽ മദീനയിൽ എത്താൻ പറ്റിയിട്ടില്ല. 40 കൊല്ലം സൗദിയിൽ ജോലി ചെയ്ത മനുഷ്യൻ എന്നോട് നേർക്ക് നേരെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അവിടെ ഒരു ഉംറ പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ? പോകുമ്പോഴേ നീയത്ത് ബിസിനസ് ആയിരുന്നു. പിന്നെ പോകാൻ അവസാനം ഷുഗർ വന്ന് കാല് തൊടയുടെ ഭാഗം വെച്ച് മുറിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടത്. അല്ലാഹു അദ്ദേഹത്തിന് ഉംറ ചെയ്ത കൂലി അല്ലാഹു നസീബാക്കട്ടെ. അദ്ദേഹം എന്നോട് നേരെ പറഞ്ഞതാണ്, മരിക്കുന്നതിന് മുമ്പ് 40 കൊല്ലം എവിടെ ജോലി ചെയ്തതാ? സൗദി ജോലി ചെയ്തതാണ്. പക്ഷെ ഒരിക്കൽ പോലും ഉംറയ്ക്ക് പോലും അവസരം കിട്ടിയിട്ടില്ല. ഒരുപാട് ബാച്ച് പോയി. അവിടെ നിന്ന് ഇങ്ങനെ നാട്ടിൽ നിന്ന് ഇങ്ങനെ എല്ലാ ആഴ്ചയിലും ബസ്സിന് പോകുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പിന്നെ പോവാം ദമാമിൽ ജോലി ചെയ്ത മനുഷ്യരാണ്, പിന്നെ പോകാതെ കരുതി അവസാനം പോക്കടന്നില്ല. ഷുഗർ വന്നു കൂടി. പൈസയുടെ പുറകെ നിന്നതാണ് ദുനിയാവിനും. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. പിന്നെ പോവാം കാശുണ്ടല്ലോ, അപ്പൊ അങ്ങനെ പോകാൻ പറ്റുന്നില്ല. മക്കയും മദീനയും ഈ പറഞ്ഞ സ്ഥലങ്ങളൊന്നും പൈസ കൊണ്ടൊന്നും എത്തിപ്പെടൂല. അല്ലാഹു ആക്കണം. തൗഫീഖ് വേണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനെന്ത് വേണം? നല്ല കരുത്താണ്. സമ്പത്തൊന്നും ഇല്ലെങ്കിലും മനസ്സുകൊണ്ട് നിയത്ത് ചെയ്യണം. അല്ലാഹു എന്നെ പുണ്യഭൂമിയിൽ എത്തിക്കണം, ഒന്ന് പോകണം, ഒന്ന് കൊതിക്കണം. ആ കൊതിയ വരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 4 സ്ഥലങ്ങളെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് ചേർക്കുമേ സ്വഹാബ. ഈ ദുനിയാവിലെ 4 സ്ഥലങ്ങളെ അല്ലാഹു നാളെ സ്വർഗ്ഗത്തിലേക്ക് ചേർക്കുമത്രേ. 1 പരിശുദ്ധമായ കഅബയാണ്, 2 എന്റെ മദീനയാണ്, 3ാമത്തേത് ജെറുസലേമിലെ മസ്ജിദുൽ അഖ്സയാണ്, 4ാമത്തേത് സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസ് ആണ്, ദിമഷ്കാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. 4 സ്ഥലങ്ങളെ സ്വർഗത്തിലേക്ക് ചേർക്കും. അതിലൊരു സ്ഥലമാണേത് മസ്ജിദുൽ അഖ്സ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു സാധാ സീതല്ല. അവിടെ പോയി 2 റക്അത്ത് നിസ്കരിച്ചാൽ തന്നെ എല്ലാ പാപങ്ങളും പൊറുക്കും. ഹബീബ് മുഹമ്മദ് മുസ്തഫ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. എവിടെ മസ്ജിദുൽ അഖ്സയിൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആരാ ഇത് പണിതത്? അതറിയണം. സയ്യിദുന ആദം അലൈഹിസ്സലാം മനുഷ്യരിൽ ആദ്യമായി കഅബ പണിതത്, വിശുദ്ധ ദേവാലയമാകുന്ന കഅബ പണിതതും ആരാണ്? സയ്യിദുന ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാം കഅബ പണിതതിന് ശേഷം 40 കൊല്ലത്തിന് ശേഷം പണിതതാകുന്ന ഗേഹമാണേത്? പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സ. ഫൗണ്ടേഷൻ ഇട്ടു. രണ്ടിനും ഫൗണ്ടേഷൻ ഇട്ടത് ആരാണ്? മനുഷ്യരിൽ ആദം നബി അലൈഹിസ്സലാം. മലായിക്കത്തുകൾ ആദ്യം ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. ഏതിന്? ബൈത്തുൽ മുഖദ്ദസിന്, അല്ല പരിശുദ്ധമായ കഅബയ്ക്ക്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കഅബാലയം പലരും പണിതിട്ടുള്ളതാ, 12 പേരവരാണ് ചരിതമിലുള്ളതാ. മാലാക ആദം ശീസ് ഇബ്രാഹിമുമ അമാലിക്കും ചുറുഹും ഖുസൈ ഖുറൈശുമാ അബ്ദുള്ള ഹജ്ജാജും മുറാദു സുമാനിയും അവസാനമായി ഫഹദാണ് ആല് സഊദിയും. പരിശുദ്ധമായ കഅബാലയം കാലപ്പഴക്കം കൊണ്ട് അതിന് കേടുപാടുകൾ വന്നപ്പോൾ അതിങ്ങനെ പണിത് പൂർത്തീകരിച്ചിട്ടുണ്ട്. പലപ്പോഴായിട്ട് പല കാലഘട്ടങ്ങളിലായി എത്ര ആളുകൾ? 12ഓളം ആളുകൾ പണിതിട്ടുണ്ട്. ആദ്യം മലക്കുകൾ ഫൗണ്ടേഷൻ ഇട്ടു, മനുഷ്യരിൽ ആദം നബി അലൈഹി സ്വലാം ഇട്ടു, പിന്നീട് ശീസ് നബി അലൈഹി സ്വലാം പണിതു, പിന്നീട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം മകൻ ഇസ്മായിലിനോടൊപ്പം പണിതു, പിന്നീട് അമാലിക്ക ഗോത്രക്കാർ പണിതു, പിന്നീട് ജുർഹും ഗോത്രക്കാർ പണിതു, പിന്നീട് ഖുറൈശികൾ പണിതു, പിന്നീട് അബ്ദുള്ള രാജാവ് പണിതു. ഇങ്ങനെ പല രാജാക്കന്മാരും പലരും പണിതു. അവസാനം ആര് പണിതു? ഫഹദ് രാജാവാണ്, സൗദി ഭരിച്ചിരുന്ന ഫഹദ് രാജാവാണ് അവസാനം ഇന്ന് കാണുന്നതിലേക്ക് വിശുദ്ധമായ കഅബാലയം നല്ല പ്രൗഢിയോടുകൂടി നിലനിർത്തിയത്. അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തട്ടെ. അല്ലാഹു അവരുടെ ദറജ ഉയർത്തട്ടെ. അവർ തന്നെയാണ് ഇന്ന് മസ്ജിദുൻ നബവി രൂപകൽപ്പന ചെയ്ത് മനോഹരമാക്കിയതും അവർ തന്നെയാണ് മസ്ജിദ് ഖുബാ പണിതതും ഒക്കെ ഈ ഫഹദ് രാജാവിന്റെ കാലഘട്ടത്തിൽ. അല്ലാഹുവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. പറഞ്ഞു വന്നത് കാലപ്പഴക്കം കൊണ്ട് കേടുപാടുകൾ സംഭവിച്ച ഘട്ടത്തിൽ പണിത ആളുകൾ. മനസ്സിലാകുന്നില്ല? തുടക്കം ഫൗണ്ടേഷൻ ഇട്ടത് ആരാണ്? സയ്യിദുന ആദം നബി അലൈഹിസ്സലാമാണ് മനുഷ്യരിൽ. അതിനു മുമ്പ് മലക്കുകൾ, ആദം നബി അലൈഹി സ്വലാം ഫൗണ്ടേഷൻ ഇട്ട് 40 കൊല്ലത്തിന് ശേഷം ബഹുമാനപ്പെട്ടവർ മറ്റൊരു സ്ഥലത്ത് കൂടി പള്ളിക്ക് ഫൗണ്ടേഷൻ ഇട്ടു. അതേതാണ്? പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയാണ്. ഫലസ്തീനിലെ പള്ളി ഫൗണ്ടേഷൻ ഇട്ടു. പിന്നീട് ഫലസ്തീനിൽ ഇസ്രായേലി ജനതയ്ക്ക് പ്രവാചകത്വമായി കടന്നു വന്ന പ്രവാചകനാണ് സയ്യിദുന ദാവൂദ് നബി അലൈഹിസ്സലാം. വഅലന്നാ ലഹുൽ ഹദീദ്, ഇരുമ്പിനെ വല്ലാതെ വശമാക്കി കൊടുത്തതായ പ്രവാചകനായിരുന്നു ആര്? ദാവൂദ് നബി അലൈഹിസ്സലാം. കമ്പിയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് കുഴയ്ക്കും, മണ്ണ് കുഴയ്ക്കുന്നു. മുമ്പത്തെ കൈ നല്ലപോലെ നമ്മൾ കമ്പി കുഴയ്ക്കാൻ ഭയങ്കര ഇതാണ്. മുമ്പൊക്കെ അങ്ങനെയൊന്നുമില്ല, കയ്യിലിട്ട് ഇങ്ങനെ കുഴച്ച് ഇരുമ്പ്. വഅലന്നാ ലഹുൽ ഹദീദ്, പരിശുദ്ധ ദാവൂദ് നബി അലൈഹിസ്സലാം ഭയങ്കര കഴിവുള്ള വ്യക്തിയാണ്. ബഹുമാനപ്പെട്ടവര് അവിടുന്ന് പാരായണം ചെയ്യാൻ തുടങ്ങിയാൽ അവർക്ക് നൽകപ്പെട്ടതാകുന്ന വേദഗ്രന്ഥങ്ങൾ സബൂർ പാരായണം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരൊറ്റ പക്ഷികൾ പോലും പിന്നീട് പറക്കൂല. ഒക്കെ അങ്ങനെ വല്ല സൈലന്റ്, ഭയങ്കര മാസ്മരിക ഓത്തിന്റെ ആളാണ് സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. ഭയങ്കര ഓത്താണ്.
ഖുർആനാണ് പറയുന്നത്. ബഹുമാനപ്പെട്ടവർ വല്ലാത്ത കഴിവുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. ജനങ്ങൾക്കിടയിൽ പ്രവാചകനുമായി നിലകൊണ്ടു, രാജാവുമായി നിലകൊണ്ട വ്യക്തിത്വമാണ്. അങ്ങനെ ജനങ്ങൾക്കിടയിൽ രാജാവായി ബഹുമാനപ്പെട്ടവർ നിലകൊള്ളുന്നതാകുന്ന കാലയളവിൽ സമ്പൽ സമൃദ്ധി, നല്ല കാശായി, ജനങ്ങൾക്കിടയിൽ നല്ല കാശ്. അങ്ങനെയാണല്ലോ, ജനങ്ങൾക്ക് ഇഷ്ടംപോലെ കാശ് കൂടി അങ്ങനെ നല്ല രീതിയിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ആളുകൾ തെമ്മാടികളായി മാറാൻ തുടങ്ങി. സമ്പത്ത് കൂടുമ്പോൾ അങ്ങനെയാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. സമ്പത്തിനോട് വല്ലാത്ത ആർത്തി കൂടി ജനങ്ങൾ ഏറ്റവും നന്ദി കെട്ടവരായി മാറി, റബ്ബിനോട് തെമ്മാടികളായി കൊണ്ടിരിക്കുന്നു. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു മാരകമായ അസുഖം, പ്ലേഗ് പോലെ ഒരു രോഗം അവർക്ക് കൊടുത്തു. നമുക്ക് കോവിഡ് തന്നതുപോലെ 1,70,000 ആളുകൾ മരിച്ചു ആ ഒരൊറ്റ വിപത്തിൽ. വലിയൊരു വിപത്ത്. അപ്പൊ ദാവൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഈ വിപത്തിൽ നിന്ന് നമുക്ക് സംരക്ഷണം കിട്ടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഇലാഹായ ജഗന്നിയന്താവായ റബ്ബിനെ സംതൃപ്തിപ്പെടുത്താൻ, അള്ളാഹുവിനെ ആരാധിക്കാൻ ഒരു പള്ളി പണിയണം. ഞാൻ സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആദം നബി അലൈഹിസ്സലാം ഫൗണ്ടേഷൻ ഇട്ടതാകുന്ന സ്ഥലം കാണിച്ചു കൊടുത്തു. അവിടെ പണിതു ഉയർത്തുകയാണ്, ബൈത്തുൽ മുഖദ്ദസ് പണി ആരംഭിക്കുകയാണ്. സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. ഒരാൾ പൊക്കം പള്ളി എത്തിയപ്പോ ദാവൂദ് നബി അലൈഹിസ്സലാം വഫാത്തായി. അല്ലാഹു അടുത്ത ദറജ ഉയർത്തട്ടെ. പള്ളിയുടെ പണി ഇങ്ങനെ റാഹത്തായിട്ട് വരാൻ ഒരാൾ പൊക്കം എത്തിയപ്പോഴത്തേക്കും ദാവൂദ് നബി അലൈഹിസ്സലാം മരണപ്പെട്ടു. പിന്നീട് ഭരണത്തിലേക്ക് വന്ന രാജാവായിരുന്നു ആര്? ബഹുമാനപ്പെട്ടതാകുന്ന സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. മകനുമാണ്, ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ മകന്. ബഹുമാനപ്പെട്ടവർ വന്ന് പള്ളിയുടെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഐക്യകണ്ഠേന ജനങ്ങളുടെയും അതോടൊപ്പം തന്നെ ജിന്നുകളുടെയും സഹായത്താൽ ബൈത്തുൽ മുഖദ്ദസ് പരിപൂർണമായി പണിതു തീർത്തു സയ്യിദുനാ സുലൈമാൻ നബി അലൈഹി സ്വലാം. ലോകം അടക്കി ഭരിച്ച ചക്രവർത്തിമാരിൽ ഏറ്റവും ഉത്തമനായ വ്യക്തിയായിരുന്നു സോളമൻ എന്ന ചരിത്രം രേഖപ്പെടുത്തിയ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹി സ്വലാം. ഉന്നതനായ വ്യക്തിയായിരുന്നു. അള്ളാഹു അടുത്ത ദറജ ഉയർത്തട്ടെ. അവരുടെ ഒക്കെ പൊരുത്തം അള്ളാഹു നമ്മുടെ ഈ സദസ്സിൽ നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രവാചകന്മാരെയും നമുക്ക് വേണ്ടവരാണ്. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله. ഒരു പ്രവാചകനും ഇടയിൽ വേർതിരിക്കാൻ പാടില്ല. ഒക്കെ ഉന്നതരായ ആളുകളാണ്. അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആ പള്ളിയുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം പള്ളി ഉദ്ഘാടിച്ചു ആര് തന്നെ? സുലൈമാൻ നബി അലൈഹി സ്വലാം. കാരണം ഏറ്റവും ഉന്നതനായ പ്രവാചകനാണ്, ലോകം മുഴുവൻ അടക്കി ഭരിച്ച വ്യക്തിയാണ്. ബൈത്തുൽ മുഖദ്ദസ് ഉദ്ഘാടിക്കാൻ അദ്ദേഹം തന്നെ നിന്നു. ബഹുമാനപ്പെട്ടവർ തന്നെ അതിനുള്ളിൽ നിസ്കരിച്ചതിന് ശേഷം ദുആ ചെയ്യുകയാണ്. വിധങ്ങൾ പറയാം, ശ്രദ്ധിച്ചോ. ഈ ഹദീസിലുണ്ട് എന്ത്? അതിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ചാൽ പാപം പൊറുക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. قال رسول الله صلى الله عليه وسلم നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലമ്മാ ഫറഗ സുലൈമാനു മിൻ ബിനാഇ ബൈത്തുൽ മുഖദ്ദസി. പരിശുദ്ധമാക്കപ്പെട്ടതായ ബൈത്തുൽ മുഖദ്ദസിന്റെ പണി പൂർത്തീകരിച്ചതിന് ശേഷം സല്ലാ ഫീഹി റകഅതൈൻ, ബഹുമാനപ്പെട്ടവർ അതിനുള്ളിൽ നിസ്കരിക്കുകയാണ്. സുമ്മ ദഅല്ലാഹ സലാഫാ, അല്ലാഹുവിനോട് 3 കാര്യങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. 3 കാര്യങ്ങൾ ചോദിച്ചു വാങ്ങി. ഒന്നാമതായി ബഹുമാനപ്പെട്ടവര് 2 കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് മസ്ജിദുൽ അഖ്സയുടെ അകത്തളങ്ങിലിരുന്നുകൊണ്ട് ആദ്യമായിട്ടുള്ള പ്രാർത്ഥന നടത്തുകയാണ്. സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം, അയ്യുസാദിഫ ഹുക്മി, പടച്ച റബ്ബേ, എനിക്ക് മാന്യമായ ജനങ്ങൾക്കിടയിൽ ന്യായയുക്തമായ വിധികൾ നടത്താൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ന്യായമായ വിധിക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ഒരാളോടും അന്യായമായ ഒരു വിധിയും നടത്താതിരിക്കാനുള്ള തൗഫീഖ് എനിക്ക് നൽകണം. കാരണം ഞാൻ രാജാവാ, ജനങ്ങൾ വന്ന് പല പ്രശ്നങ്ങളും പറയും. അപ്പൊ ന്യായം എവിടെയാണോ അതനുസരിച്ച് വിധി നടത്താൻ എനിക്ക് തൗഫീഖ് തരണേ. നല്ല ദുആ.
അപ്പോൾ ബഹുമാനപ്പെട്ടവരാണ് ദുആ അല്ലാഹു ഖബൂലാക്കി. അതിന്റെ അർത്ഥം എന്താ? ആ പള്ളിയിൽ എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടും. അല്ലാഹു പോകാൻ തൗഫീഖ് തരട്ടെ, ഖൈറായത് ചോദിക്കാൻ തൗഫീഖ് നൽകട്ടെ. രണ്ടാമത് ചോദിച്ചു സയ്യിദുനാ സുലൈമാൻ നബി അലൈഹി സ്വലാം എന്ത്? വമുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി, എനിക്ക് ശേഷം ലോകത്ത് ഒരാൾക്കും എനിക്ക് നൽകിയിരിക്കുന്ന അധികാരം മറ്റൊരാൾക്ക് നീ കൊടുക്കരുത് അല്ലാഹ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയുടെ അകത്തളത്തിൽ വെച്ച് നിന്നോട് എനിക്ക് ചോദിക്കാനുള്ളത്, വമുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി, എനിക്ക് ശേഷം ലോകത്ത് ഒരാൾക്കും ഇതുപോലത്തെ അധികാരം നീ നൽകരുത് നാഥാ, നീ നൽകരുത് അല്ലാഹ്. ബഹുമാനപ്പെട്ടതാകുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ മിമ്പറിൽ വെച്ചുകൊണ്ട് സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബാ ലോകത്ത് ആര് വന്നാലും സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ തട്ട് തന്നെയാണ് ഏറ്റവും വലിയ തട്ട്. ബഹുമാനപ്പെട്ടവർക്ക് നൽകിയതുപോലെ ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള അധികാരം അല്ലാഹു ഈ ദുനിയാവിൽ ഒരാൾക്കും നൽകിയിട്ടില്ല, നൽകുകയുമില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചു വാങ്ങുകയാണ്. അമേരിക്കയും റഷ്യയും ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള ലോക രാജ്യങ്ങൾ മുഴുവനും ഒരുമിച്ചിരുന്നു കൊണ്ട് ഭരണം നടത്തിയാലും സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ അധികാരത്തിന്റെ പരമോന്നത പദവി ഒരിക്കലും എത്തിക്കാൻ പറ്റൂല. അത്രയേറെ സമുന്നതമാകുന്ന പദവിയാണ്. ലോകം അടക്കി ഭരിക്കാനുള്ള കഴിവ് അല്ലാഹു ബഹുമാനപ്പെട്ടവർക്ക് നൽകി. മസ്ജിദുൽ അഖ്സയിലെ ചോദ്യമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മൂന്നാമതായി ബഹുമാനപ്പെട്ടവർ ചോദിക്കുകയാണ്, വഅല്ലാ യഅതി അഹദുൻ ഇലാ ഹാദൽ മസ്ജിദി ലാ യുരീദു ഇല്ല സ്വലാത ഫീഹി ഇല്ലാ ഖറജ മിൻഹു കയൗമി വലദതുഹു ഉമ്മുഹു. ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ, ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്ന് ഈ പരിശുദ്ധമാക്കപ്പെട്ട ജെറുസലേമിലെ ഫലസ്തീനിലെ ഈ പവിത്രമാക്കപ്പെട്ടതാകുന്ന മസ്ജിദുൽ അഖ്സയുടെ അകത്തളത്തിലേക്ക് 2 റക്അത്ത് നിസ്കരിക്കുക എന്ന ലക്ഷ്യത്തിൽ ആരൊരുവൻ ലോകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് വന്നോ, അവൻ ഈ പള്ളിയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് പുറത്തു പോകുമ്പോ ഉമ്മ പ്രസവിച്ച പൊന്നമോനെ പോലെ നീ ആക്കണേ അല്ലാ, പാപ സുരക്ഷിതത്വം കൊടുക്കണേ അല്ലാ. സുലൈമാൻ നബി അലൈഹിസ്സലാം മൂന്നാമതായി ദുആ ചെയ്തു, അല്ലാഹു സ്വീകരിച്ചു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ മദീനയിൽ വെച്ച് ഈ സംഭവം പറയുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൊതിക്കുകയാണ്, എനിക്ക് മസ്ജിദുൽ അഖ്സ വരെ ഒന്ന് പോകണം. മസ്ജിദുൽ അഖ്സയിലേക്ക് പോകാൻ ബഹുമാനപ്പെട്ടവർ ഒട്ടകത്തെ റെഡിയാക്കി യാത്ര ചെയ്യുകയാണ്. അന്നത്തെ യാത്രയാണ്. ഇന്നുള്ള മനോഹരമാകുന്ന പാതകൾ താണ്ടിയിട്ടല്ല, ദുർഘടമാകുന്ന മരുഭൂമിയിലൂടെയുള്ള വലിയ യാത്രയാണ്. 2000 കിലോമീറ്റർ അപ്പുറത്തുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് മദീനയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പൊന്നമോന് മുത്തബിഉസ് സുന്ന എന്ന ചരിത്രം രേഖപ്പെടുത്തി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യാത്ര തിരിക്കുകയാണ്. കുതിരയുടെ ഒട്ടകത്തിന്റെ പുറത്ത് യാത്ര ചെയ്ത് പരിശുദ്ധമാക്കപ്പെട്ട ഫലസ്തീനിന്റെ മണ്ണിലെത്തി പുണ്യമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സ കണ്ടു. അതിനുള്ളിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ദുആ ചെയ്ത് പുറത്തിറങ്ങുമ്പോ ഫലസ്തീനിലേതാകുന്ന ആളുകൾ വന്നുകൊണ്ട് വെള്ളം കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു. കാരണം ഈ വന്നിരിക്കുന്നത് പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുയായി അബ്ദുല്ലാഹി ഇബ്നു ഉമർ. ഒരു സുന്നത്ത് പോലും ജീവിതത്തിൽ കളയാത്ത, എല്ലാ സുന്നത്തുകളും ജീവിതത്തിൽ കൃത്യമായി എടുക്കുന്ന, ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്യാത്ത സൂക്ഷ്മ വ്യക്തിത്വമല്ലേ ബഹുമാനപ്പെട്ടവർ. അദ്ദേഹത്തെ സൽക്കരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ സൽക്കാരം സ്വീകരിക്കുന്നില്ല. സന്തോഷത്തോടുകൂടി അവരോട് പറയുകയാണ്, എനിക്ക് നിങ്ങളോട് വെറുപ്പില്ല, എനിക്ക് നിങ്ങളോട് സ്നേഹം മാത്രമാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്തത്, ഞാൻ എന്തുകൊണ്ടാണ് വെള്ളം കുടിക്കാത്തത് എന്നറിയുമോ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറഞ്ഞത്, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന എങ്ങനെയെന്നറിയുമോ? ലാ യുരീദു ഇല്ല സ്വലാത ഫീഹി ലാ യുരീദു ഇല്ല സ്വലാത ഫീഹി. ലോകത്തിന്റെ കോണുകളിൽ നിന്ന് ഈ പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയിലേക്ക് ജനങ്ങൾ വരുന്നത് നിസ്കരിക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രമാണ്. കഴിക്കാനല്ല, കുടിക്കാനല്ല, ഭുജിക്കാനല്ല, രസിക്കാനല്ല, കളിതമാശകൾ ഏർപ്പെടാനല്ല,
പർച്ചേസ് ചെയ്യാനല്ല, ഇവിടെ വരുന്നത് നിസ്കരിക്കാൻ മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ്. അങ്ങനെ വരുന്നവർക്ക് നിസ്കാരം കഴിഞ്ഞ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ ഉമ്മ പ്രസവിച്ചതാകുന്ന കുഞ്ഞിനെ പോലെ പാപ സുരക്ഷിതത്വം കൊടുക്കണേ. ആ ഒരു കൂലി എനിക്ക് കിട്ടണമെങ്കിൽ, ഉമ്മ പ്രസവിച്ച പൊന്നുമോനെ പോലെ പാപ സുരക്ഷിതത്വമുള്ളവനായി ഞാൻ മാറണമെങ്കിൽ ഒന്നും കഴിക്കാതെ കുടിക്കാതെ തിരിച്ചു പോകണമെന്നാണ് എന്റെ ലക്ഷ്യമെന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. പള്ളിയുടെ പരിസരത്തൊന്നും ഒന്നും കഴിക്കാൻ തയ്യാറായില്ല, തിരിച്ചൊട്ട കൊടുത്ത് അദ്ദേഹം പോയി. കാരണം എന്താ, ഇവിടുന്ന് കഴിക്കാനും കുടിക്കാനും ഒന്നും അല്ല ഇവിടെ വരേണ്ടത്. ഇതിന് വരണം, തിരിക്കാൻ പറയാം. നമ്മളിപ്പോ എവിടെയെങ്കിൽ യാത്ര പോവുകയാണെങ്കിൽ പർച്ചേസ് ആണ് ആദ്യം തന്നെ. പെട്ടി 30 കിലോയുടെ ലഗേജാണ് കൊണ്ടുപോകേണ്ടതെന്ന് പറയുമ്പോൾ കറക്റ്റ് 30 കിലോയുടെ തന്നെ കണക്കാക്കി കൊണ്ടുപോകാൻ. കാരണം അവിടെ ചെന്ന് നല്ല റാഹത്തായിട്ട് സാധനം വാങ്ങിച്ചോണ്ട് പോകാൻ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർന്ന് പള്ളിയുടെ പരിസരത്ത് ഒന്നും എന്ത് ചെയ്യാൻ നിന്നില്ല, കുഴിക്കാനും കഴിക്കാനും ഒന്നും നിന്നില്ല. തൊട്ട് മാറി പിന്നെ കഴിച്ചിട്ടുണ്ടാവാം. എന്തിനാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം? എന്താണ്? ഇവിടെ വന്ന് നിസ്കരിച്ചാൽ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെയാകും. ലോകത്ത് പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചതാകുന്ന ഉമ്മ പ്രസവിച്ചതാകുന്ന കുഞ്ഞിനെ പോലെ പാപസുരക്ഷിതത്വം കിട്ടുമെന്ന് പറഞ്ഞ ഒരു അമലുണ്ട്, പരിശുദ്ധമായ ഹജ്ജാണ്. അതേപോലെ മറ്റൊരു അമല് മസ്ജിദുൽ അഖ്സയിലെത്തി 2 റക്അത്ത് നിസ്കരിച്ചാൽ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെയാകും. ഹബീബ് മുഹമ്മദ് മുസ്തഫ. വേറൊരു പള്ളിക്കില്ല. 3 പള്ളിക്കാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠത. ഒന്ന് പരിശുദ്ധമായ കഅബ, മറ്റൊന്ന് മസ്ജിദുൽ ഹറാം, മറ്റൊന്ന് മസ്ജിദുൻ നബവി, മൂന്നാമത്തേത് മസ്ജിദുൽ അഖ്സ, മൂന്നാമത്തെ ഹറമാണ്. അവിടെ എത്തി 2 റക്അത്ത് നിസ്കരിക്കാൻ അവസരം കിട്ടിയാൽ പാപ സുരക്ഷിതത്വം. മസ്ജിദുൽ ഹറാമിൽ പരിശുദ്ധ കഅബയുടെ പരിസരത്ത് വന്ന് 1 റക്അത്ത് നിസ്കരിച്ചാൽ നമുക്ക് കിട്ടുന്ന നേട്ടം 1 ലക്ഷം റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം കിട്ടുമെന്ന് ഹദീസിലുണ്ട്. ആ ഹദീസ് വിശദീകരിച്ച് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഷാഫി മദ്ഹബിന്റെ ആധികാരിക ഗ്രന്ഥം തുഹ്ഫത്തുൽ മുഹ്താജിൽ രേഖപ്പെടുത്തുന്നു. 10,000 കോടി റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം കിട്ടും ഒറ്റ റക്അത്ത് നിസ്കരിച്ചാൽ. എവിടെ? കഅബയുടെ പരിസരം. അപ്പൊ എപ്പോഴും മഹത്വം അതിന് തന്നെയാണ്. 1-ാം നമ്പർ അത് തന്നെ, കഅബയുടെ പരിസരം. അല്ലാഹു പോകാൻ തൗഫീഖ് തരട്ടെ. 1 റക്അത്ത് നിസ്കരിച്ചാൽ തന്നെ 10,000 കോടി റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം. പരിശുദ്ധമായ കഅബയുടെ പരിസരം, മസ്ജിദുൽ ഹറാം, മസ്ജിദുൻ നബവി 2-ാം സ്ഥാനം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും കൂടി പണിതു തീർത്ത മസ്ജിദുൻ നബവിയിൽ പ്രവാചകരുടെ പള്ളിയിൽ 1 റക്അത്ത് നിസ്കരിച്ചാൽ 10,000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം. മറ്റുള്ള സ്ഥലങ്ങളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത അവിടെ 10,000 റക്അത്ത് നിസ്കരിച്ച നേട്ടം കിട്ടും. മസ്ജിദുൽ അഖ്സയിൽ 1 റക്അത്ത് നിസ്കരിച്ചാൽ 1000 റക്അത്ത് നിസ്കരിച്ച നേട്ടം കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് നിസ്സാരമായി കാണരുത്. കാരണം നമ്മളിപ്പോ നിസ്കരിച്ച ഇശാ 4 റക്അത്ത് ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ 27 ജമാഅത്ത് ഇല്ലെങ്കിൽ ഒന്നേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ട്? ഒറ്റ റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം തന്നെ ഉള്ളൂ. ആ 4 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 27 ഇരട്ടി കിട്ടുമ്പോഴാണ് എന്നതാ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോഴാണ്. എന്നാൽ മസ്ജിദുൽ അഖ്സയിൽ എത്തിയിട്ട് അവിടെ 1 റക്അത്ത് വെറുതെ സുന്നത്ത് നിസ്കരിച്ചാൽ തന്നെ എന്ത് കിട്ടും? 1000 റക്അത്ത് നിസ്കരിച്ചാൽ കിട്ടും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ലോകത്ത് ഈ 3 പള്ളികൾക്ക് ഏറ്റവും മഹത്വമുള്ളൂ. ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ 3 മസാജിദ. നിസ്കരിക്കുക, മറ്റ് അമലുകൾ ചെയ്യുക എന്ന നിലയ്ക്ക് നിങ്ങൾ യാത്ര ചെയ്യേണ്ടത് ഈ 3 പള്ളികളിലേക്കാണ്. അള്ളാഹു പോകാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു പോകാൻ തൗഫീഖ് തരട്ടെ. മറ്റുള്ള പള്ളികൾക്കൊക്കെ മഹത്വമുണ്ട്. ഉദാഹരണത്തിന് വലിയ ജുമാഅത്ത് പള്ളി നമ്മുടെ നാട്ടിൽ, അതിനേക്കാൾ ഉത്തമം ചെറിയ പള്ളികളാണോ? ഏറ്റവും ഉത്തമം ഏതാ? വലിയ ജുമാഅത്ത് പള്ളി തന്നെ. കാരണം അവിടെ ജമാഅത്ത് അധികരിച്ചിട്ടുണ്ട്. വലിയ ജമാഅത്തിൽ പങ്കെടുക്കലാണ് ചെറിയ ജമാഅത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ ജമാഅത്തിന്റെ വിഷയത്തിൽ പുണ്യം. പള്ളിക്ക് വേറെ മഹത്വമൊന്നും എവിടെയില്ല. പള്ളിയൊക്കെ സമമാണ്. ലോകത്ത് ഈ 3 പള്ളിക്ക് ശ്രേഷ്ഠതയുള്ളൂ. മനസ്സിലാക്കണം. പിന്നെ ചില പള്ളികൾക്ക് നമ്മൾ മഹത്വം പറയും. എങ്ങനെ? അവിടെ ഇന്ന മഹാൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ട്. അമ്പുറത്തെ പള്ളിക്ക് ഒരു മഹത്വമുണ്ട്. അത് ബഹുമാനപ്പെട്ടവരുടെ കാൽപാദങ്ങൾ പതിഞ്ഞ പള്ളി, അല്ലെങ്കിൽ അവിടുത്തെ ചാരമുണ്ട് എന്ന നിലയ്ക്ക് ആ മഹത്വങ്ങൾ അടങ്ങിയിരിക്കുന്നതിന്റെ പേരിലൊരു മഹത്വം. അല്ലാതെ ഒരു മഹത്വം ഈ 3 പള്ളികൾക്ക് തന്നെയാണുള്ളത്. പ്രത്യേകം മനസ്സിലാക്കുക. അതിൽപ്പെട്ട 3-ാമത്തെ പള്ളിയാണ്, 3-ാമത്തെ ഹറമാണേത്? മസ്ജിദുൽ അഖ്സ. അവിടെ 2 റക്അത്ത് നിസ്കരിച്ച പാപം മുഴുവൻ പൊറുക്കും. ഞാൻ നിർത്താണ്, നീട്ടുന്നില്ല. ഒറ്റ ഹദീസ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ യഅതി ദജ്ജാലു ഇലാ അർബഅതി അമാകിന. സ്വഹാബാ അവസാന കാലഘട്ടത്തിൽ ജനങ്ങൾ മുഴുവനും പേടിക്കുന്ന ഫിത്നയിലാകുന്ന ദജ്ജാൽ 4 സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുകയില്ല. സ്വഹാബ, ലാ യഅതി ദജ്ജാലു ഇലാ അർബഅതി അമാകിന. 4 സ്ഥലങ്ങളിലേക്ക് ദജ്ജാൽ കടക്കൂല. ഒന്ന് കഅബയാണ്, മറ്റൊന്ന് എന്റെ മദീനയാണ്,
മൂന്നാമത്തത് പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയാണ്. നാലാമത്തത് മൂസാ നബി അലൈഹിസ്സലാമുമായി സംസാരിച്ചതായ അല്ലാഹു സംസാരിക്കാനിടയായ തൂരി സീനാ പർവതമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 സ്ഥലങ്ങളിലേക്ക് ദജ്ജാൽ വരൂല. ആരാണ് ഈ ദജ്ജാൽ? നബിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ മിൻ നബിയ്യിൻ ഇല്ലാ വഖദ് അൻദറ ഖൗമഹു അനിൽ മസീഹിദ് ദജ്ജാൽ. അവസാന കാലഘട്ടത്തിൽ മുത്തുനബിയുടെ സമുദായത്തിന്മേൽ കടന്നു വരുന്ന ദജ്ജാലിനെ കുറിച്ച് ലോകത്തുള്ള സർവ്വ അമ്പിയാക്കളും അവരുടെ സമുദായത്തിന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടത്രേ. അത്രയേറെ പേടിക്കേണ്ട ആളാണ് ദജ്ജാൽ. ഈമാനുള്ളവരെ വിശ്വാസം ഉറപ്പിക്കണേ. എല്ലാ നബിമാരും അതത് സമുദായത്തോട് വന്നുകൊണ്ട് പറയുമായിരുന്നു അത്രേ, മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ അവസാനത്തിൽ ദജ്ജാൽ കടന്നു വരും. അവനൊരു സാദാസീത വ്യക്തിയല്ല, അവൻ ജനങ്ങളെ പഠിപ്പിക്കുന്നവനാ. അവൻ കാഫിറാണ്, ജനങ്ങളെ ഈമാനിൽ നിന്ന് തെറ്റിക്കുന്നവനാണ്. എല്ലാ നബിമാരും അതത് സമുദായത്തിനടുക്കൽ വന്നുകൊണ്ട് ഉറക്കെ പറയാറുള്ള ദജ്ജാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ കാലഘട്ടത്തിൽ കടന്നു വരൂല, അവസാന കാലഘട്ടത്തിൽ കടന്നു വരുന്ന ദജ്ജാൽ ലാ യഅതി ദജ്ജാലു ഇലാ അർബഅതി അമാകിന. 4 സ്ഥലങ്ങളിൽ അവനെ കടക്കാൻ പറ്റൂല കേട്ടോ. ഒന്ന് കഅബയാണ്, മറ്റൊന്ന് പരിശുദ്ധമാക്കപ്പെട്ട എന്റെ മദീനയാണ്, മൂന്നാമത്തത് പവിത്രമായ ജനങ്ങളുടെ ഒന്നാമത്തെ കിബിലയായിരുന്ന മൂന്നാമത്തെ ഹറമായി പരിശുദ്ധ ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടുള്ള മസ്ജിദുൽ അഖ്സയാണ്. ഫലസ്തീനിലെ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മാത്രമല്ല, ലോകത്തുള്ള മുസ്ലിം സമുദായത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മണ്ണ ആ ഫലസ്തീനിലെ ജെറുസലേം പവിത്രമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരിക്കലും ദജ്ജാലിനെ കടക്കാൻ പറ്റൂല. നാലാമത്തത് തൂരി സീനാ മലയാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ.